മക്കളെ, അടുത്തൊരു ഈസി ക്വസ്റ്റ്യനാണ്. നമ്മുടെ എക്സാമിന് വരുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. സി, ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 54 ആൻഡ് നയൻത് ടേം ഈസ് 99. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 4-ാം പദം 54-ഉം 9-ാം പദം 99-ഉമാണ്. ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? നമുക്ക് ഫോർത്ത് ടേം അല്ലെങ്കിൽ 4-ാം പദം 54-ഉം 9-ാം പദം അല്ലെങ്കിൽ നയൻത് ടേം 99-ഉമാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമ്മളെങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ പൊതുവ്യത്യാസം അല്ലെ കോമൺ ഡിഫറൻസാണ് ചോദിച്ചേ. നമുക്കറിയാം നയൻത് ടേം മൈനസ് ഫോർത്ത് ടേം എത്രയാണ്? 9 - 4 5 ആണ്. അപ്പം നമ്മൾ 5D എന്ന് പറയണം. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കൃത്യമായിട്ട് മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് സാറ് പറയണത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം 9th - 4th എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. 9 - 4 അതായത് 5D ഈസ് ഈക്വൽ ടു ഇവിടെ 99 - 54 വരും. 9th ടേം മൈനസ് ഫോർത്ത് ടേം 99 - 54 എന്ന് പറയുമ്പോൾ 45 എന്ന് വരും. അപ്പം ഡി ഈസ് ഈക്വൽ ടു 45/5 എന്ന് വരും. 45/5 9 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ബി 900? അതായത് ശ്രേണിയുടെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 900 ആകുമോ? എന്തുകൊണ്ട്? നമ്മൾ നേരത്തെയുള്ള വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും പദങ്ങൾ, രണ്ട് പദങ്ങൾ, ആ രണ്ട് പദങ്ങളുടെ വ്യത്യാസം വരുന്ന നമ്പർ. സാർ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. സാർ എഴുതി കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു സമാന്തര ശ്രേണിയാണ്. 6, 8 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ 4, 8 എടുക്കുക. ഏതെങ്കിലും രണ്ട് പദങ്ങൾ എടുത്താൽ മതി. ഈ രണ്ട് പദങ്ങളുടെ വ്യത്യാസം 8 - 4 = 4. ഇത് ഈ സമാന്തര ശ്രേണിയിൽ വരുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്ക് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഡിവൈസിബിൾ ആയിരിക്കണം. കോമൺ ഡിഫറൻസ് കൊണ്ട് ആ ഈ വരുന്ന രണ്ട് ടേമുകളുടെ ഡിഫറൻസിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കണം, അല്ലെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കണം. ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈസിബിൾ ആകുക എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റിജർ കിട്ടണം, ഫ്രാക്ഷൻ വരരുത്. എങ്കിലേ നമുക്ക് 4-നെ 2 കൊണ്ട് ഡിവൈസിബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് 2, 4, 6, 8, 10 എക്സെട്ര ഈ സമാന്തര ശ്രേണിയിലെ അല്ലെങ്കിൽ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ രണ്ട് നമ്പറുകളുടെ ഡിഫറൻസ് വേണമെങ്കിൽ 10ഉം 4ഉം. ഈ 10 - 4 ഈസ് ഈക്വൽ ടു 6. ഈ സമാന്തര ശ്രേണിയിലുള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പൊതുവ്യത്യാസം ഇവിടെ 2ആണ്. 4 - 2 2ആണ്. ആ നമ്പറിനെ, ഈ എടുത്തിരിക്കുന്ന നമ്പറിൻ്റെ ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റിജർ വന്നാൽ ആ ഡിഫറൻസ് ഈ സമാന്തര ശ്രേണിയിലുള്ളതായിരിക്കും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 900 എന്ന് പറയുന്നത് വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ് 900. അതായത് ആ സമാന്തര ശ്രേണി അല്ലെങ്കിൽ ആ അരിത്തമാറ്റിക് സീക്വൻസിലെ ഏതോ രണ്ട് ടേമുകളുടെ ഡിഫറൻസ് ആണ് 900. ഇപ്പം സാർ ഇവിടെ പറഞ്ഞ പോലെയുള്ള നമ്പറാണ്. ഇതേ കണ്ടില്ലേ, 4ഉം 10ഉം അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 6. അപ്പോൾ ആ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റിജർ വന്നാൽ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സമാന്തര ശ്രേണിയിലെ ഒരു മെമ്പർ ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ 900 എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ 900 എന്ന നമ്പർ ആ അരിത്തമാറ്റിക് സീക്വൻസിലെ ഏതോ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്.
ഇത് ആ അരിത്തമാറ്റിക് സീക്വൻസിലുള്ള ആളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം 9 അപ്പം നമുക്ക് 900-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 ഒരു ഇൻറ്റിജറാണ് കിട്ടുന്നത്. അതായത് 900 ഈസ് ഡിവൈസിബിൾ ബൈ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ ഡിഫറൻസ് ആയിട്ട് വന്ന നമ്പർ കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈസിബിൾ ആണ്. അതുകൊണ്ട് 900 എപ്പോഴും ആ സമാന്തര ശ്രേണിയിലെ അല്ലെങ്കിൽ ആ ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു മെമ്പർ ആയിരിക്കും. നമുക്ക് ആ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. സാറിൻ്റെ കൂടുതൽ ഇതേ ടൈപ്പ് കണക്കുകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാറിനെ ഈ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി. സാറും സാറിൻ്റെ എക്സ്പേർട്ട് ടീച്ചേഴ്സും മക്കളെ 1-to-1 ഹെൽപ്പ് ചെയ്യും. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം.